പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു വെള്ളിയാഴ്ച വലിയൊരു ദൈവാനുഗ്രഹത്തിന്റെ കൃപയുടെ അഭിഷേകത്തിന്റെ വെള്ളിയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മുടെ പ്രഭാഷക പുസ്തകം 1:26 അതിനും വെളിപ്പെടുത്താണ്, ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ, കർത്താവ് അത് പ്രദാനം ചെയ്യും. അപ്പൊ ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ, എനിക്ക് കുറച്ച് ജ്ഞാനം കിട്ടിയിരുന്നെങ്കിൽ, ഒരു വകതിരിവ് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ പ്രിയ സഹോദരങ്ങളെ, ദൈവമേ അത് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സഹോദരങ്ങളെ, പ്രമാണങ്ങൾ കുറ്റമറ്റ വിധം പാലിക്കുക. നമ്മൾ ശരിക്കും എവിടെ അങ്ങനൊരു ട്രെയിനിങ്, ഏത് മാതാപിതാക്കൾ അത് പരിശീലിപ്പിക്കുന്നത്, ഏത് മതബോധനത്തിലാണ് പ്രിയ സഹോദരൊക്കെ തിയററ്റിക്കലായിട്ടൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ ശരിക്കും ഇത് ശരിക്കും ഹൃദയം കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു മേഖല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മേഖലയിലൊക്കെ വന്ന വീഴ്ചയാണ് ഇന്ന് സമൂഹത്തിൻ്റെ അധപതനത്തിന്. നമ്മൾ ശരിക്കും വിശ്വാസമൊക്കെ ഒരുപാട് ദുർബലപ്പെട്ടുവെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഈ വചനത്തെ നമ്മൾ തമസ്കരിച്ചു. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ, കൽപ്പന പാലിക്കും. നമ്മളങ്ങനെ പറയാറുണ്ട്, മക്കളെ എന്ത് വന്നാലും കൽപ്പന പാലിച്ചേക്കണം കേട്ടോ, നന്നായിട്ട് പ്രാർത്ഥിച്ചേക്കണം, ആ ദൈവകൽപ്പനയിൽ വെള്ളം ചേർക്കരുത്. നമ്മൾ വേണം ഇങ്ങനെ പറയുന്നുണ്ട്, 10 വർഷം നന്നായിട്ട് പഠിക്കണം കേട്ടോ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയുമായിരിക്കും. അല്ലാതെ കൽപ്പന പാലിക്കുക, പ്രമാണം അനുസരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ആശീർവാദ വേളയിൽ വേറെ ഒന്നും നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ നമുക്ക് കൽപ്പനകൾ പാലിക്കാൻ വേണ്ട ഒരു കൃപ വേണം. അത് പാലിക്കുമ്പോൾ എന്തുണ്ടാകും? അത് പ്രമാണം പാലിക്കാൻ വേണ്ട കൃപ, ജ്ഞാനം കർത്താവ് തന്നെ നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകളെ കർത്താവ് ഇത്തിരി രക്തം കൊണ്ട് കഴുകണമേ. ധാരാളമായി ജ്ഞാനം കർത്താവേ ഞങ്ങൾക്ക് ലഭിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.